കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് ക്രിസ്തീയ വിശ്വാസ പ്രമാണം, ദ അപ്പസ്റ്റൽസ് ക്രീഡ് എന്നൊരു വിഷയമാണ്. ഇതൊരു എക്സ്പ്ലോസീവ് സബ്ജക്റ്റ് ആണ്. അതായത് പല പൊട്ടിത്തെറികളും ഉണ്ടാകാവുന്നതും അനേകർ നമുക്കെതിരെ തിരിയുകയും അനേകർ നമുക്കെതിരെ പടവാളെടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എന്നിരുന്നാലും ഇതിലെ സത്യാവസ്ഥ ജനം അറിയണം എന്നുള്ളത് കൊണ്ട് കൃപയിൽ ആശ്രയിച്ച് ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പലപ്പോഴും ഈ വിശ്വാസ പ്രമാണം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഒരു സെഷൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പല കാരണങ്ങളാൽ അത് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു ദിവസം ഒരു ബ്രദർ എനിക്ക് ഈ വിശ്വാസ പ്രമാണത്തിന്റെ ഇംഗ്ലീഷും മലയാളവും കോപ്പി അയച്ചു തന്നു കഴിഞ്ഞിട്ട് എന്നോട് പറയുകയുണ്ടായി, തോമസ് ബ്രദർ, താങ്കൾ പറയുന്ന ആ പ്രമാണവും ആ വിശ്വാസവും തന്നെയാണ് ലോകത്തിലുള്ള സകല ക്രിസ്ത്യാനികളും ഫോളോ ചെയ്യുന്നത്. താങ്കൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്? താങ്കൾ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ അവതരിച്ചുവെന്നും കന്യകാ മറിയത്തിൽ താൻ ജഡം ധരിച്ചുവെന്നും പരിശുദ്ധ ആത്മാവിനാൽ താൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുവെന്നും പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് മരണമടഞ്ഞുവെന്നും ക്രൂശിൽ മരിച്ചുവെന്നും സ്വർഗാരോഹണം ചെയ്തുവെന്നും വീണ്ടും വരുമെന്നും ഒക്കെയാണ് ഞങ്ങളുടെ ഈ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് തന്നെയാണ് താങ്കളും പറയുന്നത്. എന്തുകൊണ്ടാണ് താങ്കൾ ഈ വിശ്വാസം മനസ്സിലാക്കാതെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയങ്ങൾ പോകേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചലഞ്ച് ചെയ്ത് എനിക്ക് ആ ഒരു വിശ്വാസ പ്രമാണം അയക്കുവാനായിട്ടിടയായി. എനിക്ക് ആ വിഷയം അദ്ദേഹത്തിന് മറുപടി ഞാൻ പറഞ്ഞു കൊടുത്തെങ്കിലും മറ്റുള്ളവരോട് ഈ വിഷയം ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആയിരങ്ങളുടെ കണ്ണ് തുറക്കുവാൻ ഇടയായി തീരും എന്ന് എനിക്കൊരു പ്രചോദനം ആത്മാവിൽ തോന്നിയതിനാലാണ് ഇതിനെ ഒരു എപ്പിസോഡായിട്ട് ചെയ്യാം എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിച്ചത്. ഇന്ന് ആ ഒരു വിശ്വാസ പ്രമാണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. 45,000-ലേറെ ക്രിസ്ത്യൻ ഡിനോമിനേഷനുകളായി പിരിഞ്ഞ് എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്ന ഒരു പ്രമാണമാണത്. അതായത് നൈസിയൻ ക്രീഡ് അല്ലെങ്കിൽ നിക്കിയ വിശ്വാസ പ്രമാണം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് അനേക ക്രിസ്തീയ വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരും തന്നെ ആ ഒരു പ്രമാണത്തിലാണ് നിൽക്കുന്നത്. അതിന്റെ ആ ബാക്ക് ബോൺ, നട്ടൽ എന്ന് പറയുന്നത് ആ ഒരു പ്രമാണമാണ്. ചിലരൊക്കെ അവരവരുടെ സഭാ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരല്പം മോഡിഫിക്കേഷൻസ് അവിടെയും ഇവിടെയും ഒക്കെ ചില അഡീഷൻസ്, ചില ഡിലീഷൻസ് വരുത്തിയിട്ടുണ്ടെങ്കിലും തത്വത്തിൽ പ്രമാണം അത് തന്നെയാണ്. അതിൽ തന്നെയാണ് ഈ ക്രിസ്തീയ സഭകൾ എല്ലാവരും തന്നെ അടിയുറച്ചു നിൽക്കുന്നത്. നിക്കിയ വിശ്വാസ പ്രമാണത്തിലാണ്. ഞാൻ ഈ ഡിസ്പെൻസേഷണൽ ചർച്ചസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ചർച്ചുകളുടെയും 45,000+ ചർച്ചസ് പല ഡിനോമിനേഷനുകളായിട്ടുന്നുണ്ട്. അവരുടെ എല്ലാം പ്രമാണം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ ഒരു അല്പം ആധികാരികമായിട്ട് നിങ്ങളുടെ മുന്നിൽ അതിനെ ഒന്ന് അല്പം കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് അല്പം കൂടെ ഒന്ന് ഓപ്പൺ ആക്കി ആ വിഷയം ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായിട്ട് ഞാൻ ആ പ്രമാണം നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിക്കാം. ഇംഗ്ലീഷിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, എന്നാൽ മലയാളത്തിൽ അതിനെ കൂടുതലായിട്ട് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ദ അപ്പോസ്റ്റൽസ് ക്രീഡ്. I believe in God the Father Almighty, creator of heaven and earth. I believe in Jesus Christ, God's only Son, our Lord, who was conceived by the Holy Spirit, born of the Virgin Mary. അങ്ങനെ പോവുകയാണ്. ഞാൻ അതിന്റെ മലയാളം വായിക്കാം. വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണമാണ് ഇന്ന് ക്രിസ്തീയ സഭകൾ ഫോളോ ചെയ്യുന്നത്, മലയാളി ക്രിസ്തീയ സഭകൾ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇതാണ് ദ അപ്പോസ്റ്റൽസ് ക്രീഡ് എന്നറിയപ്പെടുന്ന ക്രിസ്തീയ വിശ്വാസ പ്രമാണം. ഇന്ന് കത്തോലിക്ക സഭകൾ പോലുള്ള ഫ്രണ്ട് ലൈൻ ക്രിസ്ത്യൻ ചർച്ചസ് അവരൊക്കെ ഫോളോ ചെയ്യുന്ന വിശ്വാസ പ്രമാണം ഇതാണ്. ഇത് വായിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം നഷ്ടമാകുന്ന രീതിയിലോ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുന്ന രീതിയിലോ എന്തെങ്കിലും ഈ പ്രമാണത്തിൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. നിങ്ങൾ എത്ര പണ്ഡിതനായാലും ശരി, ഇതിലൊരു തെറ്റ് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയത്തില്ല.
കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യതയും കർത്താവിന്റെ വരവും മരണവും എല്ലാം ചേർത്ത് കോർത്ത് ഇണക്കിയിരിക്കുന്ന ഒരു പ്രമാണമാണിത്. ഇതിനെ നമ്മൾ മൈക്രോസ്കോപ്പിക് വ്യൂവിൽ കൂടി നോക്കിയാൽ പോലും ഇതിൽ എന്തെങ്കിലും ഒരു പന്തികേടുള്ളതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സ്വർഗം നഷ്ടമാകുന്ന രീതിയിൽ എന്തെങ്കിലും വിഷയം ഇതിൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഈ ക്വസ്റ്റ്യൻ അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അതിലുണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാനായിട്ട് ഇടയായി. എന്നാൽ സിമിലർ സിറ്റുവേഷൻ പൗലോസ് അപ്പോസ്തലൻ പലപ്പോഴും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ വിശ്വാസ പ്രമാണം എന്താണ് ക്രിസ്ത്യാനിറ്റി, നാം നിൽക്കുന്നത് ഏത് വിശ്വാസത്തിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുവെങ്കിലും, ഈ പാരമ്പര്യം, അതായത് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അവർ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു പ്രമാണത്തിൽ നിൽക്കുന്നത് കൊണ്ട് പോൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതെ അവർ പറയുന്ന ആ പോയിന്റിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ വിഷയം എടുത്തു പറയുമ്പോഴും ഒരു കത്തോലിക്കക്കാരനോട്, ഒരു കത്തോലിക്ക പുരോഹിതനോട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എടുത്തു പറയുകയും, എന്നാൽ ഇത് എങ്ങനെ ക്രിസ്തീയ വിശ്വാസവുമായിട്ട് കോൺട്രാഡിക്ടറി ആകുന്നു എന്ന് ഞാൻ എടുത്തു കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല. കാര്യം കാലാകാലങ്ങളായിട്ട് അവർക്ക് 1000 ചില്ലുവാനം, ഓൾമോസ്റ്റ് 2000 വർഷത്തെ പാരമ്പര്യം പറയാനുള്ള പ്രമാണമാണ് ഇത്. നിക്കിയ പ്രമാണം എന്ന് പറയുന്നത് ഏകദേശം AD 300 ചില്ലുവാനം, 320-25 കാലഘട്ടങ്ങളിൽ നടന്ന പ്രമാണമാണ്. അത് ഇന്ന് നമ്മൾ അതിനെ ചലഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് അതിനെ ഉൾക്കൊള്ളുവാനോ അതിലെന്തെങ്കിലും തെറ്റുള്ളതായിട്ട് കാണുവാനോ കഴിയത്തില്ല. സിമിലർ സിറ്റുവേഷൻ ആണ് പൗലോസിന്റെ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അത് മനസ്സിലാക്കാതെ പോയപ്പോൾ പൗലോസ് അവരോട് പറഞ്ഞൊരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം കൂടുതൽ ഓപ്പൺ ആക്കി തരാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അതിന്റെ 2 കൊരിന്ത്യൻസ് 11-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇതുപോലുള്ള സിമിലർ സിറ്റുവേഷൻ ഒന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ്, ഒന്നല്ല പല സിറ്റുവേഷനുകൾ വന്നു കഴിഞ്ഞപ്പോൾ പോൾ അവരോട് പറയുകയാണ്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഇത് പറഞ്ഞത് കൊരിന്ത്യരോടാണെങ്കിലും, കൊരിന്ത്യ സഭയോടാണ് പൗലോസ് ഇത് പറയുന്നെങ്കിലും അവിടെ മാത്രം കണ്ട ഒരു പ്രോബ്ലം അല്ല. പൗലോസ് അപ്പോസ്തലന്റെ മിനിസ്ട്രിയിൽ ത്രൂ ഔട്ട് താൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് ആയിരുന്നു ഈ പ്രമാണം. കാര്യം ഓൾറെഡി നിലനിൽക്കുന്ന യഹൂദിയ മശിഹായുടെ ഒരു വിശ്വാസമുണ്ട്. ആ പ്രമാണമാണ് രക്ഷയ്ക്കുള്ള മാർഗം എന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. പരിച്ഛേദന ചെയ്ത് 10 കൽപ്പനകൾ അനുസരിച്ച് പ്രമാണങ്ങൾ ഫോളോ ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ ജനതയാണ്. അവർ പൗലോസ് അപ്പോസ്തലനെ, താൻ പറയുന്ന സുവിശേഷത്തെ പലപ്പോഴും ഇങ്ങനെ ചലഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സിമിലർ സിറ്റുവേഷൻ പലപ്പോഴും അന്ത്യോക്യയില്, ഗലാത്യയില്, എഫെസോസില്, തെസലോനിക്കയില്, കൊരിന്തില് എല്ലാം താൻ നേരിട്ടത് ഇതുപോലെ ഒരു പ്രശ്നമാണ്. ഇത് തന്റെ ശുശ്രൂഷ വേളയിൽ ത്രൂ ഔട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. താൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ചലഞ്ച് ഏതാണെന്ന് പോളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറയും, ഈ ഒരു വിശ്വാസമാണ്. അതായത് ഒരു യഹൂദിയ മശിഹായുടെ ഉപദേശം. എന്നാൽ ഈ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനിറ്റി എന്താണ്? ഈ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ടൈം പീരീഡിൽ ദൈവം രക്ഷയ്ക്കായിട്ട് മാനവരാശിക്ക് തന്നിരിക്കുന്ന രക്ഷാമാർഗം എന്താണ് എന്ന് നമുക്ക് അറിയാൻ വയ്യാതെ നാം ഒരു പഴയ ഒരു പാരമ്പര്യത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. ഇതുകൊണ്ടാണ് തന്റെ 3 മിഷണറി യാത്രയും കഴിഞ്ഞ് താൻ മടക്ക യാത്രയിൽ മടങ്ങി പോകുമ്പോൾ എഫെസോസിൽ അടുക്കാതെ അതിന് തൊട്ടടുത്തുള്ള ഒരു പോർട്ട് സിറ്റിയാണ് മിലത്തോസ് എന്ന് പറയുന്നത്. ആ മിലത്തോസിൽ വെച്ച് ഒരു ഫെയർവെൽ മീറ്റിംഗ് കൂടുന്നതായിട്ട് നമുക്ക് കാണാം. തന്റെ ആ ഫെയർവെൽ മീറ്റിംഗ് കാണണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം പഠിച്ചാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ താൻ ഏറ്റവും സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ വിഷയമാണ് ഈ ഞാൻ പോയ ശേഷം. ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു മെയിൻ പോയിന്റ് ആണ് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അവിടെ പറയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഈ വിഷയം അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. തൻ്റെ ശുശ്രൂഷ വേളയിൽ താൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ കാര്യം പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പോൾ പറയുകയാണ്, ഞാൻ പോയ ശേഷം ഇതേ സംഭവം നിങ്ങളുടെ നേരെ ഉണ്ടാകും. ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുകയാണ്,
ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഒരു പ്രാവചനിക ഭാഷയിൽ പോൾ ഇത് അവതരിപ്പിക്കുകയാണ്. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ തന്റെ ശുശ്രൂഷയിൽ താൻ അഭിമുഖീകരിച്ച പ്രശ്നം തന്നെ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും എന്ന് തനിക്കറിയാം. എന്നാൽ ഇന്ന് ഇത് എങ്ങനെയായിരിക്കുന്നു? ഈ കൊടിയ ചെന്നായ്ക്കളെന്ന് പോൾ പറഞ്ഞത് ആരാണെന്നോ ആ വിപരീത ഉപദേശം എന്താണെന്നോ ഒന്നും നമുക്ക് ഇന്ന് ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ നാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും എന്തിനെയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ അങ്ങനെ റെഫർ ചെയ്തത് എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളിന്ന് ധരിച്ചിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രധാന ക്രിസ്തീയ വിശ്വാസം ക്രിസന്റം, അവർ ധരിച്ചിരിക്കുന്നത് ഏതോ 10 കൽപ്പന അനുസരിക്കാതെ നടക്കുന്ന ക്രിസ്ത്യാനി എന്ന് പേരിന് മാത്രമുള്ള ചിലര്, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാഗൻ ഉപദേശം, അല്ലെങ്കിൽ ബാബിലോണിയ ഉപദേശം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്യജാതീയ മതം, ജാതീയ വിശ്വാസം, ആ ഒരു ഉപദേശത്തിൽ നിൽക്കുന്നവരായിരിക്കും. അവരെ ആയിരിക്കും പോൾ ഇവിടെ പറയുന്നത്, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ അതിനെക്കുറിച്ചായിരിക്കും എന്നാണ് ഇന്നത്തെ ക്രിസ്ത്യാനി വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയട്ടെ. ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചാണ് പോൾ ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എന്നവിടെ റെഫർ ചെയ്യുന്നത്. ഇതിനായിട്ടാണ് പോളിന്റെ മിനിസ്ട്രിയിൽ മുഴുവനും താൻ പോരാടിയിട്ടുള്ളത്. നിറയെ എക്സാമ്പിളുകൾ എടുത്ത് കാണിച്ച് വചനത്തിന്റെ നിറയെ റെഫറൻസുകളോടുകൂടി ഈ വിഷയം നിസ്തർക്കം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുവാനായിട്ട് കഴിയും. ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റിയെയാണ് പോൾ ഇവിടെ റെഫർ ചെയ്യുന്നത്. ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് പറഞ്ഞത് പൗലോസ് അപ്പോസ്തലൻ കൂടെ വെളിപ്പെട്ട ആ സത്യം മനസ്സിലാക്കുവാൻ കഴിയാതെ വേറെ, അതായത് കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന ആ യഹൂദിയ മശിഹായുടെ ഉപദേശത്തിൽ നിൽക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തെയാണ് പോൾ ഇവിടെ റെഫർ ചെയ്യുന്നത്. ഇന്ന് കിരീടവും ചെങ്കോലും ഒക്കെ ആയിട്ട്, ഭദ്രാസനവും സിംഹാസനവും ഒക്കെ ആയിട്ട് കൊടികുത്തി വാഴുന്ന ക്രിസ്ത്യാനിറ്റിയാണ് ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എന്ന് പോൾ ഇവിടെ റെഫർ ചെയ്യുന്നത്. ഇതാണ് പോൾ ഏറ്റവും ഭയന്നതെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുവല്ലോ. അതായത് നിങ്ങളുടെ ഇടയിൽ കയറിയാൽ ഈ വിശ്വാസം, ഇന്നത്തെ ഈ ക്രിസ്ത്യാനിറ്റി, ഈ പോൾ പറഞ്ഞ ഉപദേശത്തെ, പൗലോസ് പഠിപ്പിച്ച ആ ഉപദേശത്തിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ, അതിനിടയിൽ ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ താൻ അധ്വാനിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത ലെവലിലേക്ക് അതിനെ വിഴുങ്ങി കളയുവാനായിട്ട് ഇടയാവും. അതുകൊണ്ടാ താൻ പറഞ്ഞത്, ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലും അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോയി എന്ന് വരാതിരിക്കുവാൻ എന്ന് പോൾ പറയാൻ കാര്യം ഈ ഒരു വിശ്വാസം കയറി കഴിഞ്ഞാൽ ജനം ഇതേ പ്രിഫർ ചെയ്യത്തുള്ളൂ. ഇതാണ് മോർ ഓത്തന്റിക് ആയിട്ടുള്ളത്, വിശ്വാസ യോഗ്യമായിട്ടുള്ളത് ഈ പ്രമാണമാണ്. അതുകൊണ്ട് തന്നെ പോൾ പറയുന്ന കാര്യത്തിൽ കൂടിയുള്ള രക്ഷ ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ ജനത്തിന് കഴിയാതെ പോകും. അതാണ് പോൾ പറയുന്നത്, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായെന്ന് വരും. ഞാൻ 25-30 വർഷം ഈ വിഷയവുമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓടി നടന്നത് വെറുതെ ആയി പോയി എന്ന് വരും. ഇതിന്റെ പുറകെ പോയതുകൊണ്ടാ ഗലാത്യ സഭയിലും അന്ത്യോക്യയിലും ഒക്കെ കർശനമായ വാണിംഗ് മാതിരി പോൾ അവർക്ക് എഴുതുന്നത്. ഗലാത്യ സഭയ്ക്ക് എഴുതുമ്പോൾ പോൾ പറയുകയാണ്, യേശു ക്രിസ്തു നിങ്ങളുടെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കത് ആര് എന്ന് പോൾ അവരോട് ചോദിക്കാൻ കാരണം ഈ ഒരു വിശ്വാസം അവരുടെ ഇടയിൽ കടക്കുന്നത് കൊണ്ടാണ്. ഇതുകൊണ്ടാണ് ഇന്ന് ദ ഗേറ്റ് മിനിസ്ട്രീസ് ഈ സത്യസുവിശേഷത്തെ വിളിച്ചറിയിക്കുമ്പോൾ ഒരു നാമധേയ ക്രിസ്ത്യാനിക്ക് അത് ശരിയാണോ എന്ന് നോക്കുവാനോ അതിലെ സത്യം എന്താണെന്ന് ഉൾക്കൊള്ളുവാനോ കഴിയാത്തവണ്ണം ആ പാരമ്പര്യത്തിലും പിതൃസമ്പ്രദായത്തിലും അവർ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണത്തിലും ഒക്കെ അടിയുറച്ച് അങ്ങനെ നിൽക്കുവാനായിട്ട് കാരണം. ഇവിടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് തിരുവചനത്തിൽ പറയുമ്പോൾ ഈ കൊടിയ ചെന്നായ്ക്കൾ എങ്ങനെ കയറുവാനായിട്ടിടയായി, എന്ന് കയറി, എങ്ങനെ കയറി, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത് എന്ന് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടായിട്ട് അല്പം ഒന്ന് പറഞ്ഞതിന് ശേഷം ഈ വിശ്വാസ പ്രമാണത്തിലെ കണ്ടന്റിലേക്ക് വരാൻ ആഗ്രഹിക്കുക. ആ വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പറയുന്ന ഉപദേശവുമായിട്ട് ചേർന്ന് പോകാത്തത് എന്ന് ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കുവാനായിട്ട് പോകുക. എന്നാൽ പ്രാരംഭമായിട്ട് എങ്ങനെ ഈ കൊടിയ ചെന്നായ്ക്കൾ, ഈ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ഇവിടെ കയറി എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം.
ചില കാര്യങ്ങൾ നിങ്ങൾ ജിയോഗ്രാഫിക്കലി ഒന്ന് മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ ആസിയയുടെ ക്യാപിറ്റൽ ആയിരിക്കുന്ന എഫെസോസ് കേന്ദ്രമാക്കിയാണ് തന്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഏകദേശം 2 വർഷത്തോളം തുറന്നോസിന്റെ പാഠശാല എന്നൊരു ബൈബിൾ ക്ലാസ് ഡെയിലി അവിടെ നടത്തുവാനായിട്ട് ഇടയായി. അങ്ങനെ ആസിയയിൽ മുഴുവനുള്ള യഹൂദന്മാരും യവനന്മാരും ഒക്കെ തിരുവചനം പഠിക്കുകയും കർത്താവിനെ അറിയുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായിട്ടുള്ളത് എഫെസോസ് കേന്ദ്രീകരിച്ചിട്ടുള്ള തന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. എന്നാൽ ഈ ആസിയയുടെ ക്യാപിറ്റൽ ആയിരിക്കുന്ന എഫെസോസ്, അതിനോട് തൊട്ടടുത്തുള്ള മിലത്തോസ് എന്ന് പറയുന്ന ഒരു പോർട്ട് സിറ്റി, ഇവിടെ വന്നതിന് ശേഷമാണ് തന്റെ ആ ഒരു ഫെയർവെൽ മീറ്റിംഗ് നടക്കുന്നത്. 3ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് താൻ മടക്കയാത്രയിൽ മടങ്ങി പോകുമ്പോൾ പറഞ്ഞ ഒരു വാക്യമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ഇവിടെ ഞാൻ നിങ്ങളെ ആ മിലത്തോസും എഫെസോസും ഒക്കെ പെട്ടെന്നൊന്ന് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതാണ് ഈ ടർക്കി എന്ന് പറയുന്നത്. ഇതാണ് ടർക്കിയുടെ, അതായത് മൈനർ ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്നത്. അതിലെ ബിദുന്യ, പൊന്തോസ്, ഗലാത്തിയ, കപ്പദോക്കിയ, കിലിക്കിയ, ഇതെല്ലാം ഈ ഭാഗങ്ങളാണ്. ഇവിടെയാണ് ജെറുസലേം എന്ന് പറയുന്നത്. ഇസ്രായേലും ജെറുസലേമും ഒക്കെ ഇവിടെയാണ്. ഇതൊക്കെ അതിൽ നിന്ന് മാറി ടർക്കിയ, ഇന്നത്തെ കാണുന്ന ടർക്കിയാണിത്. ടർക്കിയിലെ ആസിയ എന്ന് പറയുന്നത് ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗമാണ് ആസിയ. പൗലോസ് അപ്പോസ്തലൻ ഈ എഫെസോസിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഈ എഫെസോസിൽ വെച്ചാണ് 3ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് താൻ മടങ്ങി പോകുമ്പോൾ ഈ എഫെസോസിൽ അടുക്കാതെ ഇതുവഴി എഫെസോസ് വഴി മിലത്തോസിൽ വരിക. ഈ മിലത്തോസിൽ വെച്ചാണ് താൻ ഈ പ്രഭാഷണം നടത്തുന്നത്. ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് പറയുന്ന പ്രസംഗം നടത്തുന്നത് ഇവിടെ വെച്ചാണ്. അവിടെ വെച്ച് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും, ആസിയയിൽ തന്നെ അവർ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ നിങ്ങൾ ഇതിന്റെ ജിയോഗ്രാഫിക്കൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓർപ്പിക്കാം. അതായത് ഈ ക്രിസ്ത്യൻ കൗൺസിൽ, ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത് ഒരു ഫസ്റ്റ് 7 എക്യൂമെനിക്കൽ കൗൺസിൽസ് ചേർന്ന് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിലാണ്. അതിലെ ഒരു എക്യൂമെനിക്കൽ കൗൺസിൽ ആയിരുന്നു നിക്കിയ കൗൺസിൽ എന്ന് പറയുന്നത്. ആ നൈസിയൻ ക്രീഡിന്റെ ബേസിസിലാണ് ഈ വിശ്വാസ പ്രമാണം നിൽക്കുന്നത്. ഈ ക്രിസ്ത്യാനിറ്റി മുഴുവനും നിൽക്കുന്നത് 7 എക്യൂമെനിക്കൽ കൗൺസിലുകൾ എടുത്ത തീരുമാനത്തിന്റെ പുറത്താണ്. അതിലെ എഫെസോസ് കൗൺസിൽ എന്ന് പറയുന്നത് ഇതാണ്. എഫെസോസ് എന്ന് പറഞ്ഞ ഈ ആസിയയിലുള്ള ഒരു സ്ഥലമാണ് എഫെസോസിൽ ചേർന്ന കൗൺസിൽ, അതിനെയാണ് എഫെസോസ് കൗൺസിൽ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഈ അസോസ് എന്ന് പറയുന്ന സ്ഥലം, ഇവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്റെ പേരിൽ പണി കഴിപ്പിച്ച സിറ്റിയാ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സിറ്റി. ആ കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായിട്ട് 3 കൗൺസിലുകൾ കൂടി, 1ാം കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ, 2ാം കൗൺസിൽ, 3ാം കൗൺസിൽ എന്ന നിലയിൽ അങ്ങനെ 3 കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ. അതിനുശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചാൽസഡോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമായത് ചാൽസഡോൺ, അവിടെ വെച്ച് 2 കൗൺസിലുകൾ കൂടാനിടയായി. അതിനുശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നൈസിയ എന്ന് പറയുന്ന സ്ഥലമാണ്. നൈസിയ, വേറൊരു പടം ഞാൻ കാണിക്കാം, വേറൊരു ഗ്രാഫ് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൽ കുറെ കൂടെ കാര്യങ്ങൾ വ്യക്തമാണ് ഈ വിഷയത്തെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ആസിയ എന്ന് പറയുന്നത്. അതിലെ ഇതാണ് എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം. എഫെസോസിൽ കൂടിയ കൗൺസിൽ, ഇതാണ് എക്യൂമെനിക്കൽ കൗൺസിൽ. അതിലെ ഒരു കൗൺസിൽ എഫെസോസിൽ കൂടുവാനായിട്ട് ഇടയായി. ഇത് കണ്ടില്ലേ, കോൺസ്റ്റാന്റിനോപ്പിളിൽ 3 കൗൺസിലുകൾ കൂടാനിടയായി. ഈ AD 381, 680, 680 ഈ കാലയളവിൽ 3 കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ. 325 നിക്കിയ നൈസിയൻ ക്രീഡ്, നൈസിയൻ കൗൺസിൽ. ഇതാണ് നൈസിയ, ഇതും ആസിയയിൽ തന്നെയാണ്. മനസ്സിലായോ? പിന്നെ ചാൽസഡോൺ എന്ന് പറയുന്ന സ്ഥലം 451 ചാൽസഡോൺ കൗൺസിൽ. ഈ 7 കൗൺസിലുകൾ 1, 2, 3, 4, 5, 6, 7 ഈ 7 കൗൺസിലുകൾ കൂടിയാണ് ക്രിസ്ത്യാനിറ്റിയെ, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആ ക്രിസ്തീയ വിശ്വാസത്തെ, ആ ഒരു ക്രിസ്ത്യൻ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്നത്. ഇതിലാണ്, അതായത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ട് പോവുകയാണ്, ആസിയയിലെ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് പറഞ്ഞിട്ട് പോവുക. ഇത് കണ്ടില്ലേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പറയുകയാണ്, അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും, ആസിയിൽ തന്നെ എഴുന്നേൽക്കും എന്ന് പറയുക.
അവിടെ തന്നെയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ച 7 എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ കൗൺസിലുകളും കൂടി ക്രിസ്ത്യാനിറ്റിയുടെ ഫണ്ടമെന്റൽസ് അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് ഈ സ്ഥലത്തു നിന്നാണ്. അവിടെ തന്നെയാണ് 7 കൗൺസിലുകളും കൂടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കൊടിയ ചെന്നായ്ക്കൾ ഈ വിശ്വാസത്തിലേക്ക് കടക്കുവാനായിട്ടുള്ള വഴി തുറന്നത്. ഇവിടെ ഇതിന്റെ കൂട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചർച്ച് ഫാദേഴ്സ് എന്നറിയപ്പെടുന്ന അഗസ്റ്റിൻ, ഇഗ്നേഷ്യസ്, അത്തനേഷ്യസ്, ഒറിജിൻ, ജസ്റ്റിൻ മാർട്ടിയർ, അല്ലെന്നുണ്ടെങ്കിൽ ക്രിസോസ്റ്റം, ജെറോം, ഈ പറയുന്ന ചർച്ച് ഫാദേഴ്സ് എല്ലാം ഇതിന് കുടപിടിക്കുന്ന രീതിയിൽ ആ ഒരു വിശ്വാസവുമായിട്ടും ആ ഒരു എക്യുമെനിക്കൽ കൗൺസിൽ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ഉറച്ചിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ എന്തിനെ ഭയന്നോ, എന്ത് നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് താൻ പ്രാവചനിക ഭാഷയിൽ പറഞ്ഞോ, അച്ചട്ടായിട്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കുക. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ 24 മുതൽ 30 വരെ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ ഒരു സാത്താൻ രാത്രിയിൽ കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചിട്ട് പോകുന്ന ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. കോതമ്പ് നട്ടിരിക്കുകയാണ്, അത് വളർന്നു നിൽക്കുകയാണ്, എന്നാൽ അതിനിടയിൽ കള വിതച്ചിട്ട് പോകുന്ന ഒരു ഉപമയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ആ കള കുറച്ചു കഴിഞ്ഞപ്പോൾ ഗോതമ്പിനേക്കാൾ വലുതായിട്ട് കറുത്ത് തഴച്ച് വളർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നാം കോതമ്പിന്റെ വിത്തല്ലേ വിതച്ചത്, എങ്ങനെ കള ഇതിൽ വന്നിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഉപമ പോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ അധ്വാനിച്ച് വളർത്തിക്കൊണ്ടുവന്ന ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിൽ ഇങ്ങനെ താൻ പ്രവചിച്ചതുപോലെ തന്നെ ഒരു വലിയ കള വളർന്നു വരുവാനായിട്ടിടയായി. അങ്ങനെ അത് വളർന്ന് പന്തലിച്ച് വളരെ പ്രൗഢ ഗംഭീരമായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ അരമനയും സിംഹാസനവും ഭദ്രാസനവും കത്തീഡ്രലും ബസിലിക്കായും ഒക്കെ ആയിട്ട് അങ്ങനെ കൊടി വെച്ച് വാണുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലിക പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ കൊടി വെച്ച് വാഴുന്ന ഒരു ക്രിസ്തണ്ടത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ കാര്യം പറയുമ്പോൾ എൻ്റെ ആ ഉള്ളിൽ തിളയ്ക്കുന്ന ആ ഒരു ആത്മസ്നേഹമുണ്ട്, ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളൊരു ദൈവിക താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾ എൻ്റെ നേരെ പല്ല് കടിച്ചിട്ടോ എൻ്റെ നേരെ ദേഷ്യപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല. ബിക്കോസ് ഐ ആം ജസ്റ്റ് എ മെസ്സഞ്ചർ. ഞാൻ ഈ കാര്യം പറയുന്നത് വാസ്തവമായിട്ട് നിങ്ങൾ ഈ സത്യം ഉൾക്കൊള്ളുവാനും പരമാർത്ഥ ഹൃദയത്തോട് യാതൊരു പക്ഷഭേദവും ഇല്ലാതെ ഈ സത്യം നിങ്ങളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുവാനുമായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ടോ എനിക്കെതിരെ തിരിഞ്ഞിട്ടോ എൻ്റെ നേരെ പല്ല് കടിച്ചിട്ടോ ഒരു പ്രയോജനവുമില്ല. ബിക്കോസ് ഐ ആം ജസ്റ്റ് ലൈക്ക് എ മെസ്സഞ്ചർ, ആൻഡ് മെസ്സഞ്ചർ ഈസ് ബേസിക്കലി ടെല്ലിങ് യു ദ ട്രൂത്ത്. ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ വിൽ ഗെറ്റ് യു നത്തിങ്. ഞാൻ ഈ ഒരു സത്യം നിങ്ങളോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അപ്പോസ്തലനായ പൗലോസിൽ കൂടി ഉലക സ്ഥാപനം മുൻപ് മുതലേ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ. ഇന്ന് ആക്ച്വലി ക്രിസ്ത്യാനിറ്റി എന്ന് പറയേണ്ടുന്നത് ആ ക്രിസ്തീയ സഭയാ. അത് പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെട്ട ഒരു സ്വർഗീയ മർമ്മമാണ്. എന്നാൽ അത് വെളിപ്പെടാതിരിക്കാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അത് വേറെ ഒരു തത്തുല്യമായ ഉപദേശത്തിൽ നമ്മുടെ കണ്ണ് മറച്ചിരിക്കുക. അത് ഉണ്ടാകുമെന്ന് അറിയുന്നത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അങ്ങനെ ഇന്ന് കൊടിയ ചെന്നായ്ക്കൾ എങ്ങനെ നമ്മുടെ ഇടയിൽ കടന്നു കൂടിയിരിക്കുന്നു എന്ന് നിങ്ങളെ ഞാനൊന്ന് എടുത്തു കാണിക്കുക ചെയ്തത്. ഇനിയും അതിലൂടെ വന്നിരിക്കുന്ന ആ ഒരു വിശ്വാസ പ്രമാണത്തിൽ നമ്മളെ ഉറപ്പിച്ചിരിക്കുക. ആ വിശ്വാസ പ്രമാണത്തിലെ കണ്ടന്റ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. എങ്ങനെയാണ് ആ കണ്ടന്റിൽ കൂടെ നമ്മളെ ദൈവത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് എന്ന് ഞാനൊന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കാം. വിശ്വാസ പ്രമാണത്തിന്റെ ആദ്യത്തെ ചില ലൈനുകൾ മാത്രം ഞാനൊന്ന് വായിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്നു. പൊന്തിയാസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രമാണമാണ്. ഞാൻ അധികം വായിക്കേണ്ടുന്ന ആവശ്യമില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാതെ അറിയാവുന്ന പ്രമാണമാണത്. ഇവിടെ എൻ്റെ വിഷയമെന്ന് പറയുന്നത്, നിങ്ങൾ ഈ വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നു എങ്കിൽ ആ വിശ്വസിച്ച് നിൽക്കുന്ന ഒരാൾ പോലും കർത്താവിന്റെ വരവിൽ ചേർക്കപ്പെടുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്ഷയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ രക്ഷയ്ക്ക് ആധാരമായ കീ പോയിന്റ്, ആ മെയിൻ പോയിന്റ് ഈ പ്രമാണത്തിൽ മിസ്സിംഗ് ആണ്. ആത്മാർത്ഥതയോടെ തന്നെ ശ്രദ്ധിക്കുക. ഇന്ന് പിതാവ് ഉണ്ടെന്നോ പുത്രൻ ഉണ്ടെന്നോ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നോ കന്യകാ മറിയത്തിൽ നിന്ന് ജനിച്ചുവെന്നോ കർത്താവ് വീണ്ടും വരുന്നെന്നോ ഉള്ള ഒരു വിശ്വാസമോ അറിവോ ഒരു മനുഷ്യനെയും രക്ഷിക്കത്തില്ല. ഇതിൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
കർത്താവായ യേശു തന്നെ മശിഹ എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് നമ്മളോട് പറഞ്ഞിരുന്ന കാര്യമല്ല, അത് ഈ യഹൂദനോട് കൊടുത്തിരുന്ന അവരുടെ വാഗ്ദത്ത മശിഹ അവരുടെ ഇടയിലേക്ക് വരിക. ആ യേശു തന്നെ മശിഹ ക്രിസ്തു എന്നവർ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് വരാം. പല എപ്പിസോഡുകളും അതിനോട് അനുബന്ധിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് ഈ വിശ്വാസത്തിലൊന്നുമല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ കർത്താവിന്റെ കൃപയാലാണ് ഇന്നൊരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. യേശു ക്രിസ്തു എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു. ആ പുണ്യാഹ രക്തം എന്റെ പാപത്തിന് മറുവിലയായി കൊടുത്തിരിക്കുന്നു. അത് ആ കാൽവറി ക്രൂശിലൂടെ ഒഴുകിയിരിക്കുകയാണ്. അതിലെ ആഴമായ വിശ്വാസത്തിലാ ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത്. There is no other ways or means to get salvation today. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവ് ക്രൂശിന്മേൽ കയറി. ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗമായി. ആ ഒരു മറുവില യാഗം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം ചെയ്തിരിക്കുക. ആ പ്രൊപ്പിറ്റിയേഷൻ ഡെത്ത് അല്ലെന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്, അതിലാണ് ഇന്ന് ഒരു മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടുന്നത്. അത് ഇന്നുള്ള ജനത്തിന്റെ മാത്രമല്ല, ഉലകം സൃഷ്ടിച്ച നാൾ മുതൽ, അർത്ഥാൽ ആദം മുതൽ വെള്ള സിംഹാസനം ഇനി വരാനിരിക്കുന്ന കാലമാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വരാനിരിക്കുന്ന ആ വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി വരെയുള്ള സകല മാനവരാശിയുടെയും പാപം മോചിക്കപ്പെടുന്നത് കർത്താവ് ഒരിക്കലായി നിവർത്തിച്ച ആ മറുവില യാഗത്തിലെ വിശ്വാസത്താൽ ദൈവത്തിന്റെ കൃപയാലാണ്. വേറെ ഒരു മാർഗവും ഇന്ന് രക്ഷയ്ക്കായിട്ടില്ല. ഈ ഒരേ ഒരു വിശ്വാസത്തിലാണ്, ഈ ഒരേ ഒരു മാർഗത്തിലാണ് ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് നമ്മുടെ പാപം മുഴുവൻ അവന്റെ തോളിൽ ചുമറ്റി അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒരു മറുവില യാഗമായിരിക്കുക. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുക. ആ കുഞ്ഞാടിന്റെ രക്തം ആ കാൽവറി ക്രൂശിലൂടെ ഒഴുകിയിരിക്കുക. ഈ വിശ്വാസത്തില, അതായത് അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് അവന്റെ നീതി നമ്മുടെ നീതിയായി കണക്കിടുക. ഇതിനെയാണ് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. കർത്താവ് നിവർത്തിച്ചിരിക്കുന്ന ആ നീതി അവനിലെ വിശ്വാസത്താൽ നമ്മുടെ നീതിയായിട്ട് കണക്കിടുക. ഇന്ന് നമ്മുടെ നീതിയാ നോക്കിയിരുന്നെന്നുണ്ടെങ്കിൽ നാം എന്നേ തറ പറ്റിപ്പോയനെ. നാം നിത്യജീവൻ ഒരിക്കലും അവകാശികളാകത്തില്ലായിരുന്നു. എന്നാൽ നമുക്ക് പകരം കർത്താവ് ചെയ്തിരിക്കുന്ന നീതിയെ നമ്മുടെ നീതിയായിട്ട് കണക്കിടുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെയാണ് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. ആ ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ ചില വാക്യങ്ങൾ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചോട്ടെ. റോമാലേഖനം, ചില വാക്യങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് കാണിക്കാം. റോമാലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. അത് ഇങ്ങനെ പറയുകയാണ്. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. മനസ്സിലായോ? ഇന്ന് but to him that worketh not but believeth on him that justifieth the ungodly, his faith is counted for righteousness. അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുക. ഇന്ന് വിശ്വാസത്താൽ, കൃപയാൽ, വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം, അതിന്റെ പ്രാരംഭ ഭാഗം കണ്ടോ? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ആ 3 ആണികളിൽ കാൽവറിയിൽ യാഗമായി സകല മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയുടെ, ഈ പൃഥ്വി, ഈ ഭൂമിയുടെ മധ്യഭാഗത്ത്, മിഡിൽ ഈസ്റ്റിൽ, ഇതിന്റെ സെന്ററിൽ കർത്താവ് 3 ആണികളിൽ, ആ മലമുകളിൽ, ആ കാൽവറി മലമുകളിൽ 3 ക്രൂശുകളിൽ, അതിന്റെ നടുക്കത്തെ ക്രൂശിൽ സകല ഉലകത്തിലുള്ള സകലർക്കും കാണാവുന്ന രീതിയിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എത്ര എവിഡൻസുകളായി ബൈബിളിൽ തന്നിരിക്കുന്നത് നോക്കിയേ. ഇതിനു മുമ്പ് നമുക്ക് ഈ ഒരു വിശ്വാസത്തിലോ ഈ രക്ഷയിലോ വരാൻ യാതൊരു സ്കോപ്പും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ട്. എഫേസ്യ ലേഖനം 2:13 പറയുന്നത് കണ്ടോ? മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. നിങ്ങളെ വേറെ ഒരു സംഗതികളുമല്ല യേശു ക്രിസ്തുവിനോട് അടുപ്പിച്ചതും ക്രിസ്ത്യാനിറ്റി എന്ന ഈ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ഭാഗമാക്കി തീർത്തത്. മുമ്പേ
ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, ഇതിനോട് അടുക്കുവാൻ കഴിയാതിരുന്ന നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ, ബട്ട് നൗ ഇൻ ക്രൈസ്റ്റ് ജീസസ് ye have sometimes were far off are made nigh by the blood of Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളെ സമീപസ്ഥരാക്കി തീർത്തിരിക്കുക. എഫേസ്യ ലേഖനത്തിൽ തന്നെ ഒരു വാക്യം കൊടുത്ത് കാണിച്ചിട്ട് ഞാൻ മാറാം. 1-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം കണ്ടില്ലയോ? അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇംഗ്ലീഷ് നോക്കിയേ, ഇൻ ഹൂം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്, ദ ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. പാപങ്ങളുടെ മോചനമുണ്ട്. അതിക്രമങ്ങളുടെ മോചനം എന്നൊന്നും മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ കണ്ടില്ല, ദ ഫോർഗീവ്നെസ് ഓഫ് സിൻസ് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്. കർത്താവിന്റെ കൃപയാൽ, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ, കർത്താവിന്റെ കൃപയാൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇത്ര സിമ്പിൾ ആയിട്ടും ഇത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പദ്ധതിയിലൂടെ ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ഇതാണ് നമ്മുടെ രക്ഷാമാർഗം എന്ന് പറയുന്നത്. ഇത് വിട്ടിട്ട് നമുക്ക് പിതാവുണ്ടെന്നോ പുത്രനുണ്ടെന്നോ പരിശുദ്ധാത്മാവുണ്ടെന്നോ ഒന്നും പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കത്തില്ല. ഈ ഇതെല്ലാം ഉണ്ടെന്നും ഇങ്ങനെയൊക്കെയാണെന്നും ഒക്കെ നമ്മളെക്കാട്ടിൽ നന്നായി അറിയാവുന്ന ആളാണ് സാത്താൻ. താങ്കളിൽ ഒരാൾ വിശ്വസിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാ സാത്താൻ. ഇതെല്ലാം സാത്താന് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. വിശ്വാസ പ്രമാണവും ഇതിലെ അറിവിലോ അല്ലെങ്കിൽ ഇതിലെ വിശ്വാസത്തിലോ ഒരു ജഡവും ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല, രക്ഷിക്കപ്പെടത്തില്ല. ആ വിശ്വാസ പ്രമാണത്തിൽ രക്ഷിക്കപ്പെടാനുള്ള ജീവനാഡി, അതായത് കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു. ആ കുഞ്ഞാട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി മറുവില യാഗമായിരിക്കുന്നു. അതിലൂടെ എൻ്റെ പാപം മോചിച്ചു പോയിരിക്കുന്നു. ഞാൻ ഇന്ന് പാപവിമുക്തനാണ്. എന്നിൽ ഒരു പാപവും ഇല്ലാത്തവണ്ണം കർത്താവ് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ജീവനാഡി. അത് ഈ വിശ്വാസ പ്രമാണത്തിൽ മിസ്സിംഗ് ആണ്. അതില്ലാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ പോളിഷ് ചെയ്തിങ്ങനെ നിർത്താം എന്നുള്ളതല്ലാതെ നമ്മുടെ രക്ഷ സാധ്യമാകാതെ പോകും. ഇവിടെ ഉപായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ ഈ ഒറിജിനൽ പോലിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനലിന്റെ ഏറ്റവും വലിയ വിരോധി. ആ വിശ്വാസ പ്രമാണം ജീവിതകാലം മുഴുവനും, മാമുദിസ മുഖ്യകാലം മുതൽ മരിച്ച് പെട്ടിയിൽ വെക്കുന്ന കാലം വരെ ഡെയിലി വായിച്ചിരുന്ന ആൾക്കാർക്ക് പോലും ഇത് മനസ്സിലായിട്ടില്ല. അതിലെ തന്ത്രം എന്ന് പറയുന്നത് അതാ. ഈ ഒറിജിനൽ പോലിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനലിന്റെ ഏറ്റവും വലിയ വിരോധി എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ ഈ അടിവില്ലും എലിപ്പത്തായവും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെയൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. എലി കണ്ടു കഴിഞ്ഞാൽ പത്തായമൊക്കെ വളരെ നൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തിൽ കയറി കിടന്ന് ഉറങ്ങാൻ പാകത്തിനാണ് അതൊക്കെ ചെയ്തേക്കുന്നത്. അതിനകത്തിൽ നല്ല ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. കയറി അകത്ത് കയറി നല്ല തടിയാണ്, അതിൽ കയറിയിരിക്കും. പക്ഷെ അതിനകത്തൊരു ചെറിയ നോബ അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പടക്കം നടി തീരും. അതോടുകൂടി നിങ്ങൾ അതിനകത്തിൽ പെട്ടുപോകും. എന്ന് പറഞ്ഞതുപോലെ ഒരു ചെറിയ തെറ്റാണ് നമ്മളെ കാണിക്കുന്നത്. ബാക്കിയെല്ലാം കൊണ്ട് നൈസായിട്ടിരിക്കുക, നമ്മൾ വളരെ ഗംഭീരമായിട്ട് അതിനകത്തിൽ കൂടി പറ്റിയിരിക്കുകയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിനകത്തിൽ വേണ്ടുന്ന സംഗതി ഇല്ലാതെ ഒരു ഉപായത്തിൽ കൂടി ഈ സത്യം നമുക്കിന്ന് മറച്ചിരിക്കുക. ഇത് നിങ്ങൾ ആരും അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇന്നത്തെ ക്രിസ്ത്യൻഡത്തെ 300 കോടി ക്രിസ്ത്യാനികളുള്ളതിൽ 299 കോടിയെയും ഈ നിലയിൽ കൂടി സത്യമാർഗത്തിൽ നിന്നും മാറ്റിയിരിക്കുക. ഈ വിശ്വാസ പ്രമാണത്തിലാണ് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആശ്രയവുമെങ്കിൽ 100% പേരും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുന്ന ഞാൻ എൻ്റെ ബ്ലഡ് കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാം. അത്രയ്ക്ക് പരമാർത്ഥമായ ഒരു സംഗതിയാ തിരുവചനത്തിൽ കൂടി ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് കർത്താവിന്റെ ക്രൂശിലല്ലാതെ, ആ ക്രൂശിലൂടെ ഒഴുകിയ തങ്ക രക്തത്തിലല്ലാതെ വേറെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഇന്ന് രക്ഷയില്ല. പിതാവുണ്ടെന്നോ പുത്രനുണ്ടെന്നോ പരിശുദ്ധാത്മാവുണ്ടെന്നോ നിത്യതയുണ്ടെന്നോ കർത്താവ് മരിച്ചെന്നോ ഉയർത്തുന്നോ വരുമെന്നോ ഒന്നുമുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവായ യേശു കാൽവറി ക്രൂശിന്മേൽ എനിക്ക് പകരം മറുവിലയാഗമായി ആ തങ്ക രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഞാൻ ഇന്ന് പാപവിമുക്തനായിരിക്കുന്നു എന്നുള്ള പരിപൂർണ വിശ്വാസവും അതിലുള്ള ഈ ഉറച്ച ആ ഒരു വിശ്വാസത്തിലാണ് ഇന്ന് നമ്മുടെ പാപം മോചിക്കപ്പെടുന്നത്. ആ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന ദൈവം, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, നിങ്ങളുടെ ഉള്ളിലെ സമർപ്പണവും നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പരിവർത്തനവും മനസ്സിലാകുന്ന ദൈവം നിങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് പരിശുദ്ധ ആത്മാവിനാൽ നിങ്ങളെ മുദ്രയിടുക. അതാ ഈ കാലഘട്ടത്തിലെ രക്ഷാമാർഗം. ഇതിന് വേറെ നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്ത് കാണിച്ച് രക്ഷിക്കപ്പെടുന്ന
ഒരു മാർഗമല്ല ഈ ക്രിസ്തീയ വിശ്വാസം, അല്ലെന്നുണ്ടെങ്കിൽ നാം ആയിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ. അതുകൊണ്ട് നിങ്ങൾ കൈവിടപ്പെട്ടു പോകാതിരിക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഈ അന്ത്യനിമിഷത്തെങ്കിലും അല്പം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ വിഷയം പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങളെ ആരെയും കുറച്ച് കാണിക്കാനോ, നിങ്ങൾ ആദരിക്കുന്ന ഈ വിശ്വാസ പ്രമാണത്തെ കുറച്ച് കാണിക്കുവാനോ അല്ല ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾ നിത്യ നരകാഗ്നിയിലേക്ക് പോകാതിരിക്കുവാൻ. ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ടു ലേറ്റ്. യു സ്റ്റിൽ ഹാവ് ടൈം ടു കറക്റ്റ് യുവർ സെൽഫ്. ഇന്ന് ക്രിസ്തൻഡം അതിൽ കാണുന്ന ഏകദേശം 45,000-ലേറെ ഡിനോമിനേഷനുകൾ, ഇൻക്ലൂഡിംഗ് പെന്തക്കോസ്റ്റ്, ബ്രദറൻ, ബാപ്റ്റിസ്റ്റ്, അഡ്വന്റിസ്റ്റ്, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, കരിസ്മാറ്റിക്, യു ജസ്റ്റ് നെയിം ഇറ്റ്, എല്ലാവരുടെയും വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് മോർ ഓർ ലെസ് സെയിം ആണ്. ഓൾമോസ്റ്റ് ഇത് തന്നെയാണ്. ഒരല്പം എക്സ്റ്റൻഷൻ അവിടെയും ഇവിടെയും, തത്വത്തിൽ ഇതിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. രക്ഷാ പദ്ധതിയുടെ ഹാർട്ട് അല്ലെങ്കിൽ ആ കാതലായ പോയിന്റ് ഇതിൽ മിസ്സിംഗ് ആണ്. എന്നാൽ ഈ വിശ്വാസമായിരുന്നു യഹൂദന്റെ രക്ഷാപദ്ധതി എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെയാണ് ആ ഒരു ഉപായം നടക്കുന്നത്. യഹൂദന്റെ രക്ഷാപദ്ധതി എന്ന് പറയുന്നത് ഈ വിശ്വാസം മാത്രം മതിയായിരുന്നു. കർത്താവായ യേശു തന്നെയാണ് അവർ കാത്തിരുന്ന ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ഫിലിപ്പിന്റെ കൈസരിയയിൽ ഇരിക്കുമ്പോൾ ജനം എന്നെ ആരെന്ന് പറയുന്നു? അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നീ സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുന്നു. അതാണ് അവർ അറിയേണ്ടത്. അതാണ് അവരുടെ ഉപദേശം, അവരുടെ സുവിശേഷം. യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു, അതാണ് അവർ വിശ്വസിക്കേണ്ടത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് അവരുടെ ഉപദേശം. ആ ഉപദേശത്തിൽ കർത്താവിന്റെ മരണമോ ക്രൂശോ കർത്താവിന്റെ രക്തമോ മറുവിലയാഗമോ ഈ കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങളോട് പറയുന്ന ഉപദേശമേ അല്ല. ആ ഒരു അധ്യായത്തിൽ, ആ ഒരു വിസിനിറ്റിയിൽ എങ്ങും നിങ്ങൾക്ക് കർത്താവിന്റെ മരണമോ ബ്ലഡോ ക്രൂശോ ഇതൊന്നും കാണത്തില്ല. അതിലല്ല ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത്. ജാതികളായിരുന്ന ഒരു കാലത്ത് യഹൂദ പൗരതയോട് അടുക്കുവാൻ കഴിയാതെ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായി കിടന്നിരുന്ന, മനസ്സിലായോ, ജാതികളായി കിടന്നിരുന്ന നമുക്ക് പറഞ്ഞിരിക്കുന്ന ഉപദേശം അല്ല അത്. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 12-ാം വാക്യം കൂടെ ഞാൻ പെട്ടെന്നൊന്ന് ഡിസ്പ്ലേ ചെയ്തോട്ടെ. അവിടെ പറയുന്നത് കണ്ടോ? അവിടെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും. നമ്മുടെ സ്റ്റാറ്റസാണ്. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയിലായിരുന്നില്ല നമ്മൾ അന്യജാതിക്കാരാ. നാം ലോകത്തിൽ ദൈവത്തിൽ നകന്നു പോയവരാ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. ഇങ്ങനെ ആയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഈ പ്രമാണത്തിൽ കർത്താവ് വന്നുവെന്നോ പിതാവ് ഉണ്ടെന്നോ പുത്രനുണ്ടെന്നോ ഒന്നും പറയുന്നതിൽ രക്ഷ ലഭിക്കുന്ന ഒരു കാലമല്ല ഇത്. ഈ യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ആ വിശ്വാസത്താൽ അതിന് നിങ്ങളുടെ സുവിശേഷമായിട്ട് സ്വീകരിച്ചിരുന്നാൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. കാര്യം കാതലായ പോയിന്റ് നിങ്ങളുടെ രക്ഷയ്ക്കല്ല, നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി പറയുന്ന ക്രൂശീകരണം, കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെടുന്ന ആ മറുവിലയാഗം, അതിനെക്കുറിച്ച് ഒരു കാര്യം അവിടെ പ്രതിപാദിക്കുന്നില്ല. ഇവിടെ നോക്കിയേ, റോമാലേഖനം, ഞാൻ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം ഇവിടെ അതിന്റെ 5-ാമത്തെ അധ്യായം അതിന്റെ 8-ാം വാക്യം, റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, അവിടെ പറയുന്നുണ്ടോ, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ. കണ്ടോ, ഇതാ നമ്മുടെ സുവിശേഷം. ആ വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്ന തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ഇന്ന് ആ പുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അതല്ല നിങ്ങളുടെ രക്ഷാമാർഗം. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് എനിക്ക് പകരം മറുവിലയാഗമായി എന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിലെ ആഴമായ സമർപ്പണത്തിലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കണ്ടോ, അടുത്ത വാക്യം, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം അവനിൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. കണ്ടോ, കർത്താവിന്റെ മരണവും രക്തവും ഒക്കെ കണ്ടോ.
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. ഇതാണ് നമ്മുടെ രക്ഷാമാർഗം എന്ന് പറയുന്നത്. ഇതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാകാതെ പോളിഷ് ചെയ്ത് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗമുണ്ട്, നിത്യത ഉണ്ടെന്നൊക്കെ പറയുന്നത് കൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. ആക്ച്വലി അത് നമ്മളെക്കാൾ നല്ലവണ്ണം അറിയാവുന്ന ആളാ സാത്താൻ. നമ്മളെക്കാൾ ആഴമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാ. പക്ഷെ അതിലൊരു രക്ഷയില്ല. നമ്മുടെ രക്ഷാമാർഗം അതല്ല. യേശു ക്രിസ്തു ദൈവമാണെന്നോ ഭൂമിയിൽ വന്നുവെന്നോ ഇനിയും വീണ്ടും വരുമെന്നോ ഉള്ളതിലല്ല ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് ഞാൻ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിയുന്നേ ഇല്ല. കൊരിന്ത്യ ലേഖനത്തിൽ പോൾ പറയുന്നത് കണ്ടില്ലയോ, ഇവിടെ വന്ന കർത്താവിനെ അല്ല നമ്മൾ ആക്ച്വലി അതിലല്ല നമ്മുടെ രക്ഷ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഒരു വാക്യം കൂടെ ഞാൻ പെട്ടെന്ന് കാണിച്ചോട്ടെ. 2 കൊരിന്ത്യൻസ് അതിന്റെ 5-ാം അധ്യായം 16-ാം വാക്യം കണ്ടോ? അവിടെ എന്തുകൊണ്ടാണ് പോൾ ഇങ്ങനെ പറയുന്നത്? ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. കർത്താവ് ഇവിടെ വന്നെന്നോ, ഇവിടെ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയെന്നോ, രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കിയെന്നോ, അല്ലെങ്കിൽ മേൽക്കൂര പൊളിച്ച് ഇറക്കി വെച്ച പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയെന്നോ, കർത്താവ് ഇവിടെ വന്നുവെന്നോ ഒന്നും ഉള്ളതല്ല നമ്മുടെ രക്ഷാമാർഗം. പോൾ പറയാൻ ഞങ്ങൾ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിയുന്നുവെങ്കിലും ഇനി അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇവിടാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. എന്നാൽ 12 അപ്പോസ്തലന്മാർ പറഞ്ഞത് ഇങ്ങനെയല്ല. 12 അപ്പോസ്തലന്മാർ പറഞ്ഞിരുന്നത് നമുക്ക് യോഹന്നാൻ അപ്പോസ്തലനൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? അവിടെ പറയാണ്, ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ കർത്താവിനെ അവർ പ്രസ്താവിക്കുന്നത്. അവരുടെ കൂടെ നടന്ന് അവരെ പഠിപ്പിച്ച് 3.5 വർഷം അവരെ കൊണ്ടു നടന്ന് അവരെ സുവിശേഷം പഠിപ്പിച്ച് അവരെ ഒരു മഹാദൗത്യം ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. അതാണ് യഹൂദിയ മശിഹ എന്ന് പറയുന്നത്. ആ കർത്താവിനെ അവർ പ്രസിദ്ധമാക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെ ഒരു കർത്താവിനെ പ്രസിദ്ധമാക്കുന്നതിൽ കൂടെ അല്ല ഇന്ന് രക്ഷ. കർത്താവ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിലെ വിശ്വാസത്താലാണ് നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ് എന്നുള്ളതാണ്. മനസ്സിലായ? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ രക്ഷാമാർഗം. യഹൂദൻ അടയാളം അന്വേഷിക്കുന്നു, യവനൻ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പോൾ ഇതാ പറയുന്നത്, നമ്മുടെ വിഷയം കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇത് നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പോൾ പറയുകയാണ്, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും, ഈ സത്യത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയും. പോള് ഏകദേശം പോയി ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ കൊടിയ ചെന്നായ്ക്കൾ കടക്കുവാനിടയായി. AD 325 ആദ്യത്തെ കൗൺസിലിൽ കൂടി തന്നെ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അതുപോലെ തന്നെ ചർച്ച് ഫാദേഴ്സ് എന്നറിയപ്പെടുന്ന നമ്മൾ ആദരിക്കുന്ന ചർച്ച് ഫാദേഴ്സ് സഭാപിതാക്കന്മാരെല്ലാം കൂടി ചേർന്ന് ഇതിനെ കൊടി കുത്തി ഉറപ്പിക്കുവാനായിട്ടിടയായി. ക്രിസ്ത്യൻ കൗൺസിലുകൾ കൂടി നിയമങ്ങളും നിയമാവലികളും ഒക്കെ എഴുതി ഉണ്ടാക്കി അങ്ങനെ ഒരു മാർഗം അവര് എഴുതി അങ്ങനെ അതിനെ ഉറപ്പിക്കുവാനും ഇന്നത് പ്രൗഢ ഗംഭീരമായിട്ട് കൊടികുത്തി വാഴുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1ാമത്തെ ക്രിസ്ത്യൻ കൗൺസിൽ, ജെറുസലേം കൗൺസിൽ എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ കാണുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ കാണുന്ന ആ ഒരു ക്രിസ്ത്യൻ കൗൺസിൽ കൂടുവാൻ കാരണം ഈ ഉപദേശങ്ങൾ തമ്മിൽ മിക്സ് ആകുന്നത് കൊണ്ടാണ്. ആ യഹൂദിയ മശിഹായുടെ ഉപദേശം കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിലൂടെ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയെ ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പോൾ പറഞ്ഞത്, ഈ ക്ഷുദ്രം നിങ്ങൾ മുക്കിക്കളയുവാനായിട്ട് ഇടയായി തീരും. ഇത് കയറി കഴിഞ്ഞാൽ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി എന്ന് വരും. അതുകൊണ്ടാണ് ആ ഒരു ഫസ്റ്റ് ക്രിസ്ത്യൻ കൗൺസിൽ വിളിച്ചുകൂട്ടി അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത്. അവിടെ വെച്ച് ആ ഒരു തീരുമാനം അവിടെ ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് തുടർന്നു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ അധ്വാനിച്ചത് വെറുതെ ആയി പോകും എന്ന് താൻ പറയുകയാണ്. ഞാൻ ആ വിശ്വാസ പ്രമാണം ഒന്നുകൂടെ വായിച്ച് ഇത് പറഞ്ഞ് നിർത്തുവാനായിട്ട് ശ്രമിക്കുക. ഇവിടെ കണ്ടില്ലയോ, അവിടെ പറയുകയാണ്, കർത്താവായ ഈശോ മശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ നോക്കിക്കേ, സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അത് താങ്കളെന്നല്ല, ഉലകത്തിലുള്ള എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയയിൽ നിന്ന് പിറന്നു. ഓക്കെ, ഫൈൻ. അതുകൊണ്ട് എന്ത് ഗുണമാ താങ്കൾക്ക്?
പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു, കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. ഓക്കെ, പാതാളത്തിലേക്ക് ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. ഇതുകൊണ്ടൊന്നും താങ്കൾക്ക് പേഴ്സണലായിട്ട് ഒരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല. ഇതൊരു അറിവെന്നുള്ളതേ ഉള്ളൂ. മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. സോ വാട്ട്? ഇതെല്ലാം ഒരു ഫാക്റ്റ് ആണ്. അത് അറിഞ്ഞതുകൊണ്ട് താങ്കൾക്ക് ഒരു പ്രയോജനവുമില്ല. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതുകൊണ്ടൊന്നും താങ്കൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇന്ന് രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവ് കാൽവറിയിൽ താങ്കളുടെ പാപത്തിന് പരിഹാരമായിട്ട് ഒരു മറുവില യാഗമായിരിക്കുക, ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് നടത്തിയിരിക്കുക. അതിന് പരിഹാരമായിട്ട് മറുവില കൊടുത്തിരിക്കുക. അതിൽ ഞാൻ ആഴമായിട്ട് വിശ്വസിക്കുന്നു എന്നുള്ള അടിപതറാത്ത അചഞ്ചലമായ വിശ്വാസത്തിലാണ് താങ്കൾ ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നെന്നോ, ഇവിടെ കന്യകാമറിയത്തിൽ ജനിച്ചുവെന്നോ, പീലാത്തോസ് അദ്ദേഹത്തെ ക്രൂശിൽ തറച്ചെന്നോ, ഇവിടെ നിന്ന് മരിച്ചെന്നോ, ഉയർത്തെഴുന്നേറ്റ് പോയി വീണ്ടും വരുമെന്നോ ഒന്നും പറയുന്നതുകൊണ്ട് താങ്കൾക്ക് ഒരു ഗുണവുമില്ല. ഇതാ ഞാൻ പറഞ്ഞ, ഞാൻ എന്റെ ബ്ലഡ് കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാം. ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 101% കൈവിടപ്പെട്ടു പോകും. അതുണ്ടാകാതിരിക്കാനാണ്, എനിക്കെതിരെ എന്ത് പ്രശ്നം വന്നാലും അതുണ്ടാകാതിരിക്കാൻ, നിങ്ങൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രം, നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് രക്ഷിക്കപ്പെടുവാൻ മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുക. വേറെ ഒരു സംഗതിയുമല്ല നിങ്ങളെ ഇന്ന് രക്ഷിക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് സേവ്സ് യു ടുഡേ. ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത് കർത്താവായ യേശു കാൽവറിയിൽ നിവർത്തിച്ച ആ മറുവില യാഗത്തിൽ, ആ പ്രൊപ്പിച്ചിയേഷൻ ഡെത്തിലാണ്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം രക്ഷിക്കപ്പെടുന്ന സുവിശേഷം ഒരേ ഒരു സുവിശേഷമാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സുവിശേഷത്തിലെ ആഴമായ വിശ്വാസവും അചഞ്ചലമായ അടിപതറാത്ത ആ ആശ്രയവുമാണ് ഇന്ന് നമ്മെ രക്ഷിക്കുന്ന സുവിശേഷം. നിങ്ങൾ ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. ഒരു ചിലരെങ്കിലും ഈ ഒരു വിഷയം വ്യസനിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ വേദനിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രയാസമുണ്ടെങ്കിലും അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ, ഒരാൾക്കെങ്കിലും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞെങ്കിൽ, അവരുടെ നിത്യജീവൻ ഉറപ്പാക്കുവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനൊരു വലിയ വിഷയം സംസാരിക്കുവാനായിട്ട് എടുത്തത്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അതിനുള്ള കൃപകളും മുഖാന്തരങ്ങളും ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.